സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇത് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, നമുക്ക് ചില വാർത്തകൾ കേൾക്കുമ്പോൾ ചെറിയൊരു സംശയമൊക്കെ തോന്നും, ഇത് നടക്കുന്നത് ഇന്നടത്ത് തന്നെയാണോ എന്നൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ മറ്റ് ലോകരാഷ്ട്രങ്ങളിലെ പാകിസ്ഥാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് തന്നെയാണ്. സാർ, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ചിലയിടങ്ങളിലെ പേര്, അതായത് തുടക്കത്തിൽ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വിഭജിച്ച് പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് രാജ്യങ്ങളാകുന്ന സമയത്ത് നമ്മുടെ പാകിസ്ഥാന് അന്നുണ്ടായിരുന്ന തുടക്കത്തിലുണ്ടായിരുന്ന ചില പേരുകൾ പഞ്ചാബിന്റെ പേര്, പാകിസ്ഥാനിലെ പഞ്ചാബിന്റെ പേര്, ആദ്യം ഉണ്ടായിരുന്ന പേര് തിരികെ വരാൻ പോകുന്നു എന്ന ഒരു വാർത്ത കേൾക്കുന്നു. അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ പഴയ പേരിലേക്ക് അവിടുത്തെ അധികൃതർ പേര് മാറ്റാൻ, അതായത് ഹിന്ദു നാമത്തിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. സാർ, അത് വ്യക്തമാണോ? അത് പറയുന്നത് ആ വാർത്തകൾ ശരിയാണോ? അയ്യപ്പദാസ് പറഞ്ഞതിൽ അതൊരു ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രോവിൻസിലെ പല സ്ഥലങ്ങളും ആ പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന പല സ്ഥലങ്ങളുടെയും പേര് വിഭജനത്തിന് മുമ്പുണ്ടായിരുന്ന ഹിന്ദു, സിഖ്, ജെയിൻ പേരുകളിലേക്ക് തിരികെ പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും പഞ്ചാബ് പ്രവിശ്യയുടെ ആ തലസ്ഥാനമായ ലാഹോറിൽ, പിന്നെ അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. അതൊരു വലിയ മാറ്റമാണ്. കാരണം ലാഹോറിലെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായിട്ട് വരുന്നത് ഈ ലാഹോറിലെ തിരക്കേറിയതും അതിപ്രശസ്തവുമായ ഒരു സ്ഥലമാണ് ഇസ്ലാംപുര. ആ ഇസ്ലാംപുരയ്ക്ക് പണ്ട് അവിടെ ആ പ്രദേശത്തിന്റെ പേര് കൃഷ്ണനഗർ എന്നായിരുന്നു. അപ്പോൾ വീണ്ടും അവര് ഇസ്ലാംപുര എന്ന പേര് മാറ്റിയിട്ട് കൃഷ്ണനഗർ എന്നാക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പാകിസ്ഥാന് അത് ചെയ്യുകയാണ്. പാകിസ്ഥാന് ഈ പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി മറിയം നവാസ് ആണ് ഈ തീരുമാനം എടുത്ത ക്യാബിനറ്റിൽ അധ്യക്ഷത വഹിച്ചത്. അത് അവർ പറയുന്നത് പാകിസ്ഥാന്റെ പൗരാണിക സംസ്കാരത്തിലേക്കും പാകിസ്ഥാന്റെ യഥാർത്ഥ ചരിത്രത്തിലേക്കും പാകിസ്ഥാൻ തിരിച്ചു പോവുകയാണ് എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥതലങ്ങൾ ഈ പേരുമാറ്റത്തിൽ മാത്രമാണോ ഒതുങ്ങി നിൽക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതൊരു വലിയ ഭൂകമ്പമാണ് യഥാർത്ഥത്തിൽ. ഈ മാറ്റിയ ചില സ്ഥലങ്ങളുടെ പേരുകൾ ഞാനൊന്ന് പറയാം. ഇതൊക്കെ ഇപ്പോൾ തന്നെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിലെ ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ അല്ലെങ്കിൽ എല്ലാവരെയും അതിശയിപ്പിച്ച പേരുമാറ്റമാണ് ഈ ഇസ്ലാംപുര എന്ന സ്ഥലത്തിന്റെ പേര് കൃഷ്ണനഗർ എന്ന് തിരികെ കൊണ്ടുവന്നത്. ഇതൊക്കെ തന്നെ ഈ വിഭജനത്തിന് മുമ്പുണ്ടായിരുന്ന കാലത്തെ പേരുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുപോലെ സുന്നത്ത് നഗർ എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെല്ലുന്നവരെയൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവിടെ ആ സുന്നത്ത് നഗർ സന്ത് നഗർ സന്ത് എന്ന് പറഞ്ഞാൽ സന്യാസി, സന്ത് നഗർ എന്ന് പേര് മാറ്റുകയാണ്. അതുപോലെ മുസഫറാബാദ് ധർമ്മപുര എന്ന പേര് മാറ്റുകയാണ്. റഹ്മാൻ ഗലി രാമ ഗലി ആക്കുകയാണ്. ഹമീദ് നിസാമി റോഡ് ടെമ്പിൾ റോഡ് ആക്കുന്നു. ബാബറി മസ്ജിദ് ചൗക്ക് ഉണ്ട് അവിടെ, അതിൻ്റെ പേര് ജെയിൻ മന്ദിർ റോഡ് എന്ന് മാറ്റുകയാണ്. ഇതൊക്കെ നമുക്ക് കേട്ടാൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത കാണാം. ഇത് ഇന്ത്യയിലല്ല നടക്കുന്നത്. ഞാനീ പറയുമ്പോൾ പലരും വിചാരിക്കും ഇത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ സർക്കാരോ അതല്ലെങ്കിൽ ഇപ്പൊ ബംഗാളിൽ പുതുതായി അധികാരമേറ്റെടുത്ത ശുഭേന്ദു അധികാരിയുടെ സർക്കാരോ മറ്റോ ചെയ്യുന്ന പരിപാടിയാണ്. ഇത് അവിടെ ഒന്നും അല്ല. പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പാകിസ്ഥാനിലെ അധികാരം കൈയാളുന്ന പഞ്ചാബികളാണ്. ബലൂഷികളെയും പത്താനുകളെയും ഒക്കെ പിന്തള്ളി അവരെയൊക്കെ രണ്ടാം കിട പൗരന്മാരാക്കിക്കൊണ്ട് പഞ്ചാബികളാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത്. നവാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും പ്രധാനപ്പെട്ട പട്ടാള മേധാവികളും ഒക്കെ പഞ്ചാബുകാരായിരിക്കും. ആ പഞ്ചാബിലെ ഏറ്റവും ധനികരുടെയും അതുപോലെ പ്രതാപികളുടെയും അധികാരമുള്ളവരുടെയും കേന്ദ്രമാണ് ലാഹോർ നഗരം. ആ ലാഹോർ നഗരത്തിലാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ ക്യാബിനറ്റ് ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. മുഖ്യമന്ത്രി മറിയം നവാസ്
അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ആർക്കും എതിർപ്പില്ല. അതൊരു ചരിത്രപരമായ മാറ്റവും പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു നല്ല ലക്ഷണമാണോ സാർ? ഒരു നല്ല ലക്ഷണമാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അവരുടെ ചരിത്രം, അതായത് ഇതിനൊരു വലിയ പ്രസക്തി എന്താണെന്നറിയോ? പാകിസ്ഥാനിലെ പാഠപുസ്തകങ്ങളിലും പാകിസ്ഥാന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവർ പരാമർശിക്കാറില്ലായിരുന്നു. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമായിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ മുഴുവൻ ഹിന്ദുക്കളായിരുന്നു എന്നുള്ളതൊന്നും അവർ പറയില്ലായിരുന്നു. അവര് ഇസ്ലാം വൽക്കരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ച് മാത്രമേ അവിടെ സംസാരിക്കാറൂ. പാകിസ്ഥാനികൾ എപ്പോഴും പാകിസ്ഥാനികളുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ തന്നെ പാകിസ്ഥാനും അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു ഇതുവരെ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അറബികൾ അവരെ കളിയാക്കുമായിരുന്നു. കാരണം അറബികളുടെ പിൻഗാമികളല്ല പാകിസ്ഥാനികൾ. പക്ഷെ പാകിസ്ഥാനികൾ സ്വയം അയലത്തുകാരനെ അച്ഛാന്ന് വിളിക്കുന്ന ഒരു സമീപനമായിരുന്നു ഇതുവരെ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അയലത്ത് കൊള്ളാവുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനെ കയറി അങ്ങ് അച്ഛനാക്കാം, അത് മതി, ഇയാൾ മതി, എൻ്റെ അച്ഛൻ ഇയാൾ മതി എന്ന് പറയുന്ന ഒരു സമീപനമാണ് പാകിസ്ഥാനികൾ സ്വീകരിച്ചത്. എന്തായാലും പാകിസ്ഥാന്റെ ഈ അടുത്ത തലമുറയ്ക്ക് പതുക്കെ വിവേകം ഉദിച്ചു തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ആ അറബ് പൈതൃകമല്ല അവരുടേത്, അവർ ഇന്ത്യയായിരുന്നു, ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഇന്ത്യയുടെ ചരിത്രമാണ് അവരുടെയും ചരിത്രം, ഇന്ത്യയുടെ സംസ്കാരമാണ് പൗരാണിക പാകിസ്ഥാന്റെ ചരിത്രം. ഇതൊക്കെ പാകിസ്ഥാൻ ഇന്ന് അംഗീകരിക്കുന്നു. ആ ലെഗാസിയിൽ, ആ പൈതൃകത്തിൽ പാകിസ്ഥാൻ അഭിമാനം കൊള്ളുന്നു. അതിലെ ആ പൈതൃകം ഇവിടെ, അതിൻ്റെ ഓർമ്മകൾ നിലനിർത്തേണ്ടത് പാകിസ്ഥാന്റെ ചരിത്രപരമായ നിലനിൽപ്പിന്റെ ആവശ്യം കൂടിയാണെന്ന് പാകിസ്ഥാൻ തിരിച്ചറിയും. ഇവിടെയാണ് ഈ പേരുമാറ്റത്തിന്റെ ഒരു പ്രസക്തി വരുന്നത്. പാകിസ്ഥാനിലെ ലാഹോറിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേരുമാറ്റം, അതിൻ്റെ പ്രത്യാഘാതം ഇനി എന്തൊക്കെ ആയിരിക്കും? അതായത് ഇത് ഏതെല്ലാം മേഖലകളിലേക്ക് ഈ ഒരു സാംസ്കാരിക ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തിരികെ എത്തും? പാകിസ്ഥാന്റെ ഭാവി ചരിത്രം ഏതെല്ലാം രീതിയിൽ ഈ ഒരു പ്രവൃത്തി കൊണ്ട് മാറാൻ പോവുകയാണ്? ഇതൊരു തുടക്കം മാത്രമാണോ? ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഇത് നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം ഇത് മുകളിൽ നിന്ന് ആരെങ്കിലും കെട്ടിയിറക്കിയിട്ടുള്ള ഒരു തീരുമാനമല്ല. ഇത് താഴെത്തട്ടിൽ അവിടുത്തെ ജനപ്രതിനിധികളുടെ ഇടയിൽ നിന്നുണ്ടായ അഭിപ്രായത്തിന്റെ ഒരു പ്രതിഫലനമാണ്. ഈ സ്ഥലനാമങ്ങളുടെ മാറ്റം എപ്പോഴും വരുന്ന തലമുറയെ, അവിടെ ജീവിച്ചിരുന്ന മറ്റു സമൂഹങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് കൊണ്ടുവരും. ഇസ്ലാംപുര എന്ന പേര് കൃഷ്ണനഗർ എന്നാക്കി മാറ്റുമ്പോൾ ആരാണ് ശ്രീകൃഷ്ണൻ, ആരാണ് കൃഷ്ണൻ എന്നൊരു ചോദ്യം അവിടെ വരുമല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പേര് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഭാരതത്തിന്റെ ഭാഗമായിരുന്നുവെന്നും ഇവിടെയൊക്കെ ഹിന്ദുക്കളും സിഖുകാരും ജൈനമതക്കാരും മുസ്ലിങ്ങളും എല്ലാം ഇടകലർന്ന് ജീവിച്ച ഒരു നാടായിരുന്നു ഇതെന്നും ഒക്കെ വരുമ്പോൾ പാകിസ്ഥാൻ ജനതയ്ക്ക് അവരുടെ ചരിത്രത്തിലെ, അവരുടെ വീക്ഷണഗതിയിൽ, ഭാവിയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പത്തിൽ, ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾ, ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് വിധേയമാകും. അതായത് പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളുടെ ഭാഗമല്ലെന്നും അറബ് സംസ്കാരം പാകിസ്ഥാൻ സംസ്കാരം അല്ല എന്നും ഇന്ത്യൻ ജനതയും പാകിസ്ഥാൻ ജനതയും ഒന്നായിരുന്നു എന്നൊക്കെയുള്ള തിരിച്ചറിവ് പാകിസ്ഥാന്റെ പുതുതലമുറയെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിഞ്ഞു. അപ്പോ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ സാർ. അതായത് പഞ്ചാബ് പ്രവിശ്യ, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഇത്തരത്തിൽ ഒരു മാറ്റം വരുമ്പോൾ സാർ, ഇത് അവരുടെ ഭരണഘടനയുടെ, അതായത് മറ്റു തലങ്ങളിൽ, ഇപ്പോൾ ഒരു സംസ്ഥാനമാണിത്, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ എന്ന് പറയുന്നത് പാകിസ്ഥാനകത്ത് ഒരു സംസ്ഥാനമാണ്. അവിടുന്ന് അവരുടെ ഈ അസിം മുനീറിനെ പോലെയുള്ള സൈനിക മേധാവിയും അവരുടെ പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ ഉള്ളവരുടെ തലത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമ്പോൾ ഇതിനൊരു അംഗീകാരം അവിടെ നിന്നും രാജ്യാന്തര തലത്തിൽ ഒരു അംഗീകാരം കിട്ടാൻ സാധ്യത ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. പാകിസ്ഥാന്റെ ഷാബാസ് ഷെരീഫ് അറിയാതൊന്നും അല്ല ഇത് ചെയ്തത്. ഇത് പ്രധാനമന്ത്രി മറിയം പാകിസ്ഥാൻ ഈ പഞ്ചാബ് പ്രോവിൻസ് മുഖ്യമന്ത്രി അവരും ഷഹബാസ് ഷെരീഫും തമ്മിൽ ബന്ധുക്കളുമാണ്. അപ്പോ ഇതാരും അറിയാതെടുത്ത തീരുമാനമൊന്നുമല്ല. ഇത് അവരറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ചരിത്രപരമായ വീക്ഷണഗതികളിൽ വരുന്ന ഒരു മാറ്റമാണ്. കാരണം സത്യം എത്ര നാൾ മറച്ചു വെക്കാൻ പറ്റും? സത്യം എത്ര നാൾ മൂടി വെക്കാൻ പറ്റും? ഇപ്പൊ പാകിസ്ഥാന് ഇസ്ലാം
ആ, ഇസ്ലാം വൽക്കരിക്കപ്പെട്ട പാകിസ്ഥാന്റെ ചരിത്രം മാത്രം സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇന്റർനെറ്റ് ലഭ്യമാണ്. ആ ഇന്റർനെറ്റിലൂടെ പാകിസ്ഥാന്റെ പഴയകാല ചരിത്രങ്ങൾ എല്ലാവർക്കും വായിക്കാൻ പറ്റും. പിന്നെ പാകിസ്ഥാനികൾ തന്നെ പലരും ചോദിക്കും, ഇസ്ലാം എന്ന മതം ലോകത്തിലുണ്ടായത് ഒരു 7-ാം നൂറ്റാണ്ടിലാണ്. അതിനു മുമ്പ് പാകിസ്ഥാനിൽ ഏത് മതമായിരുന്നു എന്ന് ചോദിക്കും. പാകിസ്ഥാൻ അതിനു മുമ്പ് സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു. ആയിരുന്നെങ്കിൽ അന്നത്തെ പാകിസ്ഥാൻ ഭരിച്ചിരുന്ന ആരാണ്? ഈ ചോദ്യത്തിനൊക്കെ മറുപടി വേണ്ടേ? ഇത്തരം യുക്തിസഹമല്ലാത്ത പാഠ്യപദ്ധതികളും ചരിത്ര വീക്ഷണവും ഒക്കെ കാലം തൂത്തെറി. അതൊക്കെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോഴങ്ങ് പല പല ആൾക്കാരും എഴുതി പലരെയും വിശ്വസിപ്പിക്കാനായിട്ടൊക്കെ ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കാം. ഇപ്പം പണ്ട് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഈ ഒരാളെ എത്ര കാലം വേണമെങ്കിലും നമ്മൾക്ക് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാം. ഒരു കൂട്ടം ആൾക്കാരെ കുറച്ച് നാളത്തേക്ക് നമുക്ക് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാം. പക്ഷേ എല്ലാ ആൾക്കാരെയും എല്ലാ കാലം കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാം എന്ന് കരുതരുത്. പാകിസ്ഥാന്റെ ഭരണകൂടം പതുക്കെ ആണെങ്കിലും അത് തിരിച്ചറിയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും എല്ലാ കാലത്തേക്കുമായിട്ട് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് പാകിസ്ഥാന്റെ ഭരണകൂടം തിരിച്ചറിയുന്നതിന്റെ ഒരു സൂചനയാണ്. പിന്നെ അപ്പോ അവരുടെ ഐഡന്റിറ്റി കുറെ കൂടെ നല്ലതായി മാറാനുള്ള സാധ്യതയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്, അല്ല സർ? തീർച്ചയായിട്ടും അവര് സത്യസന്ധമായ ഒരു വിലയിരുത്തലിലേക്കും, ആ സത്യസന്ധമായ വിലയിരുത്തൽ വന്നാൽ ഭാരതമല്ല പാകിസ്ഥാന്റെ ശത്രു എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു കാലം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ പാകിസ്ഥാൻ അത് തിരിച്ചറിയുമെന്നാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ പാകിസ്ഥാനിൽ ഇനി വരുന്ന ഒരു തലമുറ പാകിസ്ഥാനിൽ ഇതൊക്കെ തിരിച്ചറിയും. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്റർനെറ്റിന്റെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ യുഗമാണ്. ഇവിടെ പലപ്പോഴും നമുക്ക് മറച്ചു വെക്കാവുന്നതിനൊരു പരിധിയുണ്ട്. നമ്മുടെ ഇപ്പൊ രാജ്യത്തെ പിന്നെ എന്താണ് ഇന്റർനെറ്റ് ശൃംഖലകളൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇപ്പം മസ്കിന്റെ ഒക്കെ പോലുള്ള ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലിങ്ക് നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ രാജ്യത്തിലും എവിടെയെങ്കിലും കുറെ ആൾക്കാർ സത്യം പറയും. കുറെ ആൾക്കാർ സത്യം പറഞ്ഞാൽ അത് വീണ്ടും പലരും പറയും. പിന്നെ പ്രായോഗികമല്ലാത്ത ഒരുപാട് ചോദ്യം. ഇപ്പൊ പാകിസ്ഥാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ അറബ് രാജ്യങ്ങൾ പലതും പാകിസ്ഥാനെ പഴയ രീതിയിലൊന്നും സ്വാഗതം ചെയ്യുന്നില്ല. UAE പാകിസ്ഥാന് ഒട്ടും തന്നെ പരിഗണന കൊടുക്കുന്നില്ല. അപ്പം ഈ മാറുന്ന ലോകത്തിലെ പുതിയ ജിയോ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ യാഥാർത്ഥ്യത്തിന്റെ ലോകത്തിലേക്ക് തിരിച്ചു വരും. അതിന്റെ ഒരു തുടക്കമാവും ഇത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.